ഒരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. അവിടെ അതിക്രൂരനായ ഒരു സിംഹമായിരുന്നു ഉണ്ടായിരുന്നത്. വിശപ്പടക്കാൻ കിട്ടുന്ന മൃഗങ്ങളെല്ലാം സിംഹം വേട്ടയാടുമായിരുന്നു. കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചു വിറച്ചു. അവസാനം അവർ ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും ഓരോ മൃഗത്തെ വീതം സിംഹത്തിന് ഭക്ഷണമായി വിട്ടുകൊടുക്കാം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മുയലിന്റെ ഊഴമായി. അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഈ സിംഹത്തിന്റെ ഉപദ്രവം എന്നേക്കുമായി തീർക്കണം എന്ന് അവൻ ഉറപ്പിച്ചു. മുയൽ സിംഹത്തിന്റെ അടുത്ത് വൈകിയെത്തി. വിശന്നു വലഞ്ഞ സിംഹം അവനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ മുയൽ പറഞ്ഞു, പ്രഭു, ഞാൻ വരുമ്പോൾ വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന് അവൻ പറഞ്ഞു. ദേഷ്യം വന്ന സിംഹം പറഞ്ഞു, ആരാണവൻ? എനിക്ക് അവനെ കാണിച്ചു തരൂ. മുയൽ സിംഹത്തെ കാടിനുള്ളിലെ ഒരു പഴയ കിണറ്റിനടുത്ത് കൊണ്ടുപോയി. മുയൽ പറഞ്ഞു, ആ സിംഹം ഇതിലുണ്ട്. സിംഹം കിണറ്റിലേക്ക് നോക്കി. തെളിഞ്ഞ വെള്ളത്തിൽ അവൻ കണ്ടത് അവനെ തന്നെയായിരുന്നു. പക്ഷേ അതൊരു ശത്രുവാണെന്ന് സിംഹം കരുതി. ദേഷ്യം സഹിക്കാനാവാതെ സിംഹം ആ നിഴലിനെ ആക്രമിക്കാൻ കിണറ്റിലേക്ക് എടുത്തു ചാടി. പിന്നെ അവന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. മുയൽ സന്തോഷത്തോടെ തിരിച്ചെത്തി കഥയൊക്കെ മൃഗങ്ങളോട് പറഞ്ഞു. എല്ലാവരും സന്തോഷിച്ചു. ആ കൊച്ചു മുയലിന്റെ ബുദ്ധി കാരണം കാട്ടിലെ മൃഗങ്ങൾ പിന്നീട് സമാധാനത്തോടെ കഴിഞ്ഞു.